ശ്രീജിത്ത്, ഈ അവസാന സമയത്ത് വരുന്ന ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ എന്താണ്? പറഞ്ഞു കേട്ട പേരുകൾ മാറുന്നു, പുതിയതായി പല പേരുകൾ വരുന്നു. എന്താണ് ഈ മാറ്റങ്ങൾക്ക് കാരണം ശ്രീജിത്ത്? ഉന്മേഷ്, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ പലതരത്തിലുള്ള ഘടകങ്ങൾ, പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ തന്നെ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് നേതൃത്വം അനുഭവിക്കാറുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുമൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കോൺഗ്രസിലെ മന്ത്രിമാരിൽ ഏതാണ്ട് 8 പേരുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു ധാരണയായിരുന്നു. അങ്ങനെ ഒരു ധാരണ രൂപപ്പെടുന്ന ഘട്ടത്തിലാണ് മറ്റ് സമ്മർദ്ദങ്ങൾ വരുന്നത്. അതായത് കോൺഗ്രസിൽ നിന്നൊരു മുസ്ലിം മന്ത്രി ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല മലബാറിന് പ്രാതിനിധ്യമില്ല. ലീഗിൻ്റെ മന്ത്രി പട്ടിക പുറത്തു വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പാറക്കൽ അബ്ദുള്ള ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ കോഴിക്കോട് നിന്നും വയനാട്ടിൽ നിന്നുമൊക്കെ ഒരു മന്ത്രിസഭാ പ്രാതിനിധ്യമില്ലാത്ത സ്ഥിതിയുണ്ട്. അങ്ങനെയാണ് സിദ്ദിഖിന് കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായത്. ആ അനുകൂല സാഹചര്യത്തിൽ ഒപ്പം തന്നെ AK ആന്റണി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ കൂടിയായപ്പോൾ സിദ്ദിഖ് മന്ത്രിസഭയിലേക്ക് വന്നു. അങ്ങനെയാണ് ഷാനിമോൾ ഉസ്മാന്റെ സാധ്യത മങ്ങുന്നത്. മാത്രമല്ല രണ്ട് ടേമായി വിഭജിച്ച് നൽകാനുള്ള തീരുമാനത്തോട് മാണി സി കാപ്പനും അനൂപ് ജേക്കബും വിയോജിച്ചതോടുകൂടി അവിടെയും പ്രശ്നം വന്നു. ഇപ്പോൾ അനൂപ് ജേക്കബ് നാളെ മന്ത്രിസഭ ചെയ്യുന്ന മന്ത്രിമാരോടൊപ്പം നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരോടൊപ്പം സത്യപ്രതിജ്ഞയും മാണി സി കാപ്പന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാമെന്നൊരു ഓപ്ഷനാണ് കോൺഗ്രസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. മാണി സി കാപ്പൻ ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കന്റോൺമെന്റ് ഹൗസിൽ അല്പം മുമ്പാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ മാണി സി കാപ്പന്റെ കാര്യത്തിലും ഒരു ധാരണയാവും. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണാനായി ലോക് ഭവനിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പോകാൻ പോകുന്നത്. ഇങ്ങനെ അവസാന നിമിഷത്തേക്കുള്ള കൂട്ടിച്ചേർക്കലുകൾ, ഒഴിവാക്കലുകൾ, വിവിധ ഘടകങ്ങൾ പരിഗണിച്ചുള്ള തീരുമാനങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഗോപികൃഷ്ണൻ, ക്ഷമിക്കണം ശ്രീജിത്ത്, മുൻപ് തന്നെ ഈ മാണി സി കാപ്പനായിരുന്നു VD സതീശൻ വന്ന് ഉറപ്പ് നൽകിയതാണ്, രമേശ് ചെന്നിത്തല വന്ന് ഉറപ്പ് നൽകിയതാണ് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ പരസ്യമായി തന്നെ നടത്തിയത്. അപ്പോഴും ഈ ടേം വ്യവസ്ഥയിൽ തട്ടിയായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ടേം വ്യവസ്ഥ തന്നെ ഇല്ല. അത് ഫുൾ ടേം അനൂപ് ജേക്കബിലേക്ക് പോകുകയും ഡെപ്യൂട്ടി സ്ഥാനം മാത്രം മാണി സി കാപ്പനിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് ഇപ്പോൾ അവർ സമീപിക്കുന്നത്? ഈ പശ്ചാത്തലത്തിൽ, ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ നിയുക്ത പ്രതിപക്ഷ നേതാവുമായുള്ള കൂടിക്കാഴ്ച? അസിത, മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും മാണി സി കാപ്പനുള്ളത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി 2.5 വർഷത്തേക്കാണെങ്കിൽ താൻ അതിന് ഒരുക്കമാണ്. അനൂപ് ജേക്കബ് 2.5 വർഷം മന്ത്രിയാവട്ടെ, അതിനുശേഷം താൻ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞ് മന്ത്രിസ്ഥാനത്തേക്ക് വരാം. അനൂപ് ജേക്കബിനും ഡെപ്യൂട്ടി സ്പീക്കർ ആക്കിക്കൊള്ളട്ടെ എന്നൊരു ഫോർമുല മാണി സി കാപ്പൻ ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കും എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കോൺഗ്രസ് അതിനോട് യോജിക്കുമോ, നിയുക്ത മുഖ്യമന്ത്രി എന്നോട് എങ്ങനെയാണ് പ്രതികരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ. എന്തായാലും മാണി സി കാപ്പന് വളരെ വൈകാരികമാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. കാരണം പാലായിൽ പ്രചരണത്തിനെത്തിയപ്പോൾ ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രിയായ VD സതീശനും പ്രചരണ വിഭാഗത്തിന്റെ അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയും ഒക്കെ ഉറപ്പ് കൊടുത്തതാണ് പാലായ്ക്ക് ഒരു മന്ത്രി ഉണ്ടാകും, മാണി സി കാപ്പൻ നിശ്ചയമായി മന്ത്രിയാകും. അങ്ങനെ വോട്ടർമാർക്ക് നൽകിയ ഒരു ഉറപ്പ് പാലിക്കപ്പെടണം. പാലായിലെ വോട്ടർമാരോട് കോൺഗ്രസ് നേതൃത്വം നീതി കാണിക്കണം എന്ന ആവശ്യമാണ് മാണി സി കാപ്പൻ തുടർച്ചയായി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അത്തരമൊരു വൈകാരിക സമീപനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നാണ് അറിയാനുള്ളത്. എന്തായാലും അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്നത് ഉചിതമല്ല. 10 കൊല്ലക്കാലമായി പ്രതിപക്ഷത്താണ് UDF മുന്നണി. ആ ഘട്ടത്തിലൊന്നും ഒരു ചാഞ്ചാട്ടവുമില്ലാതെ മുന്നണിക്കൊപ്പം ഉറച്ചുനിന്ന നേതാവാണ് മാണി സി കാപ്പനും അനൂപ് ജേക്കബും എല്ലാം. അപ്പോൾ അവരോട് നീതി ചെയ്യണം എന്നൊരാവശ്യം പൊതുവിൽ മുന്നണിക്കുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അത്തരം വ്യക്തിപരമായ അത്തരമൊരു കാഴ്ചപ്പാടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.